കൃപാസനം പത്രം ഓഗസ്റ്റ് 2026 പാർട്ട് 6. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓച്ചിറയിൽ നിന്നുള്ള അമ്മിണിയുടെ സാക്ഷ്യം. 10 വർഷമായി മകൻ വീട്ടിൽ വന്നിട്ടില്ല. ഉടമ്പടി എടുത്തപ്പോൾ 26-ാം ദിവസം നടന്ന അത്ഭുതം. ജോസഫ് അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ. എൻ്റെ 2 മുട്ടിനും 10 വർഷമായി വേദനയായിരുന്നു. വർഷങ്ങളായി അതിനുവേണ്ടി മരുന്ന് കഴിച്ചിട്ട് കുറവില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി സൗഖ്യം ലഭിച്ചു. കൂടാതെ എൻ്റെ മകൻ ഗൾഫിൽ പോയിട്ട് 10 വർഷമായി നാട്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് പൈസ അയച്ചു തരും, വിളിക്കുമ്പോഴെല്ലാം വരാമെന്ന് പറയുന്നതല്ലാതെ വരില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ 90 ദിവസത്തിനുള്ളിൽ എൻ്റെ മകൻ നാട്ടിൽ വരണമെന്ന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 26-ാം ദിവസം മകൻ നാട്ടിൽ വന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. മൂവാറ്റുപുഴ ആയവനയിൽ നിന്നുള്ള സ്കറിയയുടെ സാക്ഷ്യം. രോഗങ്ങളുടെ ആധിക്യം നിമിത്തമാണ് ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് കൃപാസനത്തിലെത്തി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എന്നെ സന്ധിച്ചത് ഇങ്ങനെയാണ്. എൻ്റെ രോഗങ്ങളുടെ ആധിക്യം മൂലമാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. 50 വർഷത്തിന് മുകളിലുള്ള രോഗങ്ങൾ എനിക്കുണ്ട്. അലർജിക് റൈനൈറ്റിസ്, വിട്ടുമാറാത്ത ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടയടപ്പ് ഇതെല്ലാം സ്ഥിരമായി വരുമായിരുന്നു. ഒട്ടും വെള്ളം തലയിൽ വീഴാൻ പറ്റില്ലായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും ഫലമില്ലായിരുന്നു. അതോടൊപ്പം 27 വർഷമായി 2 കാൽമുട്ടിനും തേയ്മാനമായിരുന്നു. 12 വർഷമായി എൻ്റെ കഴുത്തിന് തേയ്മാനമായിരുന്നു. രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയായി. വളരെ ബുദ്ധിമുട്ടിലായപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കിടന്നു. രാത്രി മുഴുവനും സുഖമായി ഉറങ്ങി. എല്ലാ രോഗങ്ങളും എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. വൈക്കത്ത് നിന്നുള്ള സതിയുടെ സാക്ഷ്യം. ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കൊരു ആഗ്രഹം മതി, ബാക്കിയെല്ലാം മാതാവ് കൂടെ നിന്ന് നടത്തിത്തരും. കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന ഞാൻ എൻ്റെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2024 ജപമാല റാലിക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ അതേ ദിവസം തന്നെ മകന് PSC എക്സാം വന്നു. അന്ന് മകന് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വളരെ വിഷമിച്ചിരിക്കെ വോളണ്ടിയർമാരുടെ റാലിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്നറിഞ്ഞ് ഞങ്ങൾ അതിൽ പങ്കെടുക്കുകയും നടക്കുന്ന വഴി ക്ഷീണിച്ച് വഴിയിലിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിച്ച് നീ എക്സാം എഴുതിക്കോ, നന്നായി വരും, നിനക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. മകൻ എക്സാം പാസ്സായി ജോലിക്ക് പ്രവേശിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള രഞ്ജുവിൻ്റെ സാക്ഷ്യം. 20 വർഷമായ ജീവിത ദുരിതങ്ങൾ ഒറ്റ ഉടമ്പടിയിൽ തീർപ്പായ വലിയ സമയ ചുരുക്ക സാക്ഷ്യമാണിത്. എൻ്റെ ഭർത്താവ് 20 വർഷമായി മദ്യപാനത്തിനടിമയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി മദ്യപാനം പൂർണ്ണമായും മാറിക്കിട്ടി. കൂടാതെ എൻ്റെ 18 സെന്റ് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കടബാധ്യതകളും ഉണ്ടായിരുന്നു. ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്ഥലം വിൽക്കാനും കടങ്ങൾ തീർക്കാനും സാധിച്ചു. പിന്നെ രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചുവെങ്കിലും എനിക്ക് PCOD ഉണ്ടെന്നും കരളിന് പ്രശ്നമുണ്ടെന്നും ഗർഭപാത്രം ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമതൊരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എറണാകുളത്ത് നിന്നുള്ള രേഷ്മ ബിനുവിൻ്റെ സാക്ഷ്യം. വീട് എന്ന സ്വപ്നം പൂവണിഞ്ഞ ഉടമ്പടി സാക്ഷ്യവുമായി രേഷ്മ. എനിക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വീടിന് അനുമതി ലഭിച്ചവരുടെ ലിസ്റ്റിൽ 44-ാമത്തെ പേരായി വന്നു. ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കി ഉടമ്പടി കാശ് രൂപവുമായി ഓഫീസുകളിൽ പോയി സംസാരിച്ചതിൻ്റെ ഫലമായി ലിസ്റ്റിൽ 44-ാമതായി ഉണ്ടായിരുന്ന പേര് 5ാമതായി കിട്ടുകയും എനിക്ക് വീട് ലഭിക്കുകയും ചെയ്തു. കൂടാതെ എൻ്റെ വീട് പണിക്കുള്ള സാമഗ്രികൾ ഇറക്കാൻ വഴിത്തർക്കം മൂലം സാധിച്ചില്ല. ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വഴിത്തർക്കം മാറി വീട് പണിയാൻ സാധിച്ചു. മുംബൈ വാശിയിൽ നിന്നുള്ള അഞ്ജു സണ്ണിയുടെ സാക്ഷ്യം. ഞാൻ വേദപാഠം പഠിപ്പിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ കൊന്ത ചൊല്ലുമ്പോൾ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം വരുമെന്ന്. അന്ന് രാത്രി തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ മുംബൈയിലെ സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഞാൻ CTET എക്സാം എഴുതുന്നതിന് അപ്പിയർ ചെയ്തു. എനിക്ക് സയൻസിന് ഫുൾ മാർക്കും കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. ബാക്കി വിഷയങ്ങളും എനിക്കെല്ലാം കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് കരുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റുമെന്ന് കരുതി എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. പിന്നെ ഞാൻ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു ഞാൻ കൊന്ത ചൊല്ലുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടുമെന്ന്.
കുട്ടിയുടെ അമ്മയും അതുതന്നെ പറഞ്ഞു. അപ്പോൾ എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും എക്സാം എഴുതി. എനിക്ക് എക്സാം വിജയിക്കാൻ സാധിച്ചു. USA നിന്നുള്ള ബിന്ദുവിന്റെ സാക്ഷ്യം. മാതാവ് വെളിപ്പെടുത്തിയ ഡേറ്റിൽ ഭർത്താവ് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്. USA എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയത് വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ 1 ഇയർ വിസയിലാണ് USA പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ സമയത്താണ് എന്നോട് മാതാവ് ജനുവരി 21 ഹസ്ബൻഡിനോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറയുന്നത്. ഹസ്ബൻഡ് ആ ദിവസം പോയി ഉടമ്പടി എടുത്തു. അതിനുശേഷം 5 വർഷത്തെ ട്രാവൽ ഡോക്യുമെന്റും വർക്ക് പെർമിറ്റും കിട്ടി. ഗ്രീൻ കാർഡും ലഭിച്ചു. പത്തനംതിട്ടയിൽ നിന്നുള്ള ജയന്റെ സാക്ഷ്യം. 1000 രൂപ കിട്ടിയാൽ ഞാൻ 600 രൂപയ്ക്ക് മദ്യപിക്കും. ഉടമ്പടി എന്നെ പുതിയ സൃഷ്ടിയാക്കി. ഞാൻ കടുത്ത മദ്യപാനത്തിനടിമയായിരുന്നു. 1000 രൂപ കിട്ടിയാൽ 600 രൂപയ്ക്ക് മദ്യപിക്കും. വീട്ടിലും വഴക്കും ബഹളവും ഒക്കെയായി സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. എന്റെ മദ്യപാനം മാറാൻ ഭാര്യ പല ജ്യോതിഷികളെയും പോയി കണ്ടു. പക്ഷെ ഒന്നും പ്രയോജനപ്പെട്ടില്ല. പിന്നെ എൻ്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയ സ്ഥലത്തെ ഒരു കൂട്ടുകാരി പറഞ്ഞതനുസരിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറി. എനിക്ക് സ്ഥിരമായി പണിക്ക് പോകാൻ സാധിക്കുന്നു. കടങ്ങൾ വീട്ടാനും പണയത്തിലിരുന്ന് ആധാരമെടുക്കാനും സാധിച്ചു. അയർലൻഡിൽ നിന്നുള്ള രമ്യയുടെ സാക്ഷ്യം. ഞാൻ ഭർത്താവുമായി ചെറിയൊരു വഴക്കുണ്ടായി. അന്ന് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാമെന്ന് കരുതി ഞാൻ മകനുമായി ബസ്സിൽ കയറി കൃപാസനത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചു. എനിക്കൊരു സമാധാനം കിട്ടി. ഞാൻ തിരികെ വീട്ടിലേക്ക് തന്നെ പോയി. അതിനുശേഷം ഒരു സ്റ്റാഫ് നഴ്സായ ഞാൻ യൂറോപ്യൻ കൺട്രീസിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് ഫസ്റ്റ് ചാൻസിൽ തന്നെ OET പാസ്സാക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ ഫലമായി എക്സാം എഴുതി പാസ്സായി അയർലൻഡിൽ പോകുന്നതിനും അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലിയും ലഭിച്ചു. കൂടാതെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള സിനിമോളുടെ സാക്ഷ്യം. ഉടമ്പടി നിങ്ങളെയും ഒരു പുതിയ സൃഷ്ടിയാക്കും. ഉടമ്പടി വഴി അകാരണ ഭയം വിട്ടുമാറി. സർവീസിലുള്ള അധ്യാപകർ കേടെറ്റ് എന്ന എക്സാം പാസ്സാകണമെന്ന ഒരു നിയമം ഈ അടുത്തിടെ ഉണ്ടായി. 44 വയസ്സുള്ള എനിക്ക് അതെങ്ങനെ പഠിച്ചെടുത്ത് പാസ്സാകുമെന്നുള്ള ഒരു ഭയമുണ്ടായി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, പരിശുദ്ധ അമ്മ സഹായിക്കുമെന്ന ഒരു ചിന്ത മനസ്സിൽ വന്നു. ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്തു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി എക്സാം എഴുതി. അതിൻ്റെ ഫലമായി അത്ഭുതകരമായി എക്സാം പാസ്സായി. പിന്നെ ഡെഡ് ബോഡി കാണുമ്പോഴുള്ള ഭയവും ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടി.